വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 433, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ ആദ്യ സീനിൽ തന്നെ കേശുവും ദിയും ലച്ചും ഇവരെല്ലാവരും ബാലുവിൻ്റെ മുറിയിലിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ദിയ പറയുന്നുണ്ട് അവളുടെ പെരുമാറ്റം കണ്ടാൽ അവൾ എൻ്റെ അമ്മായിയമ്മയാണെന്ന് തോന്നുമെന്ന രീതിക്ക് പാറുക്കുട്ടിയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ലച്ചുവും അതിൻ്റെ ഇപ്പം പറയുന്നുണ്ട് സ്വന്തം ചേച്ചിയാണെന്നുള്ളൊരു വിചാരം പോലെ അവൾക്കില്ല എന്ന രീതിക്ക് പാറുക്കുട്ടിയെക്കുറിച്ച് ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സീന് കാണിക്കുന്നത് അടുക്കളയിൽ വെച്ച് പാറുക്കുട്ടി ലച്ചുവിനടുത്തും ദിയുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. പാറുക്കുട്ടി പറയുന്നുണ്ട് ഇതാണ് ഞാൻ പറയുന്നത്, എന്നെ അമ്മ വളർത്തിയാൽ മതി എന്ന രീതിക്ക് പാറുക്കുട്ടി ഇവർ രണ്ടുപേരോടും പറയുന്നുണ്ട്. അപ്പോൾ ലച്ചു തിരിച്ച് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ എവിടെ പോയാലും അമ്മയുടെ കൂടെ തന്നെ പൊയ്ക്കോ എന്ന രീതിക്ക് പാറുക്കുട്ടിയെ ചീത്ത പറയുന്നുണ്ട്. അടുത്ത സീന് വീണ്ടും ദിയയും കേശുവിൻ്റെ അടുത്ത് ലച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വലായിട്ട് കാണിക്കുന്നത് പാറുക്കുട്ടിയും പൂച്ചയും അവിടെ ഊഞ്ഞാലിരുന്ന് കളിക്കുന്നതാണ്. അതിൽ ദിയ പറയുന്നുണ്ട് ആ പൂച്ച വന്നതിന് ശേഷമാണ് ഇത്ര അഹങ്കാരം കൂടിയത് എന്ന രീതിക്ക് ദിയ പറയുന്നത്. പൂച്ച വന്നതിന് ശേഷമാണ് പാറുക്കുട്ടിക്ക് ഇത്രയും അഹങ്കാരം കൂടിയത് എന്ന രീതിക്ക് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേശു സ്പോട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ആ പൂച്ചൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വെച്ചാൽ പോരെ എന്ന രീതിക്ക് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രൊമോൻ്റെ അടുത്ത സീനിൽ തന്നെ പാറുക്കുട്ടി തുമ്പിയെ കാണാതെ വീട് ഫുള്ളായിട്ട് തിരയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ദിയയോട് പോയി ചോദിക്കുമ്പോൾ ദിയ പറയുന്നത് പൂച്ചയാണോ എന്ന രീതിക്ക് ചോദിക്കുമ്പോൾ പാറുക്കുട്ടി അതേന്ന് പറയുന്നുണ്ട്, കാണുന്നില്ല എന്ന രീതിക്ക് ഒന്നും അറിയാത്തതുപോലെ ദിയ പാറുക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ വീടിൻ്റെ പുറത്ത് വെച്ച് ബാലുവിൻ്റെ അടുത്തും പാറുക്കുട്ടി പറയുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ബാലു സിമ്പിളായിട്ട് അത് അകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ആ അകത്ത് നോക്കാമെന്ന് പറയുമ്പോൾ പാറുക്കുട്ടി പറയുന്നുണ്ട് കേശുവായിട്ട് അടുത്ത് ചോദിച്ചപ്പോൾ കേശുവായിട്ട് അടുത്ത് കളഞ്ഞെന്നാണ് പറഞ്ഞത് എന്ന രീതിക്ക് പാറുക്കുട്ടി കേശുവിനെ ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാലു ഇവർ മൂന്നുപേരെയും വിളിച്ച് ദിയേനെയും ലച്ചുവിനെയും കേശുവിനെയും വിളിച്ചിട്ട് വരട്ടുന്നുണ്ട്. സത്യം പറഞ്ഞ പൂച്ചനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് എന്ന രീതിക്ക് ഇവർ അങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ലച്ചു പറയുന്നുണ്ട് അച്ഛനാണ് സത്യം, ഞങ്ങളത് എടുത്തിട്ടില്ല എന്ന രീതിക്ക് പറയുന്നുണ്ട്. അങ്ങനെ പ്രോമോൻ്റെ അവസാന സീനിൽ ഇവർ വീടിന് പുറത്തിരുന്നിട്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ തിരയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പൂച്ചനെ കാണാനില്ല എന്ന രീതിക്ക് ഇവരെല്ലാവരും ചേർന്ന് തിരയുന്നുണ്ട്. അതോടെ ഒരു പ്രോമോ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പൂച്ച വന്നതിന് ശേഷം പാറുക്കുട്ടി ആരെയും ബഹുമാനിക്കണമെന്നുണ്ടാവില്ല, ആർക്കും ഒരു വിലയും കൊടുക്കാതെ ഭയങ്കര അഹങ്കാരത്തോടെ നടക്കുന്നതെന്ന് കേശുവും ദിയയും ലച്ചുവും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാറുക്കുട്ടിക്ക് ഒരു പണിയെടുക്കാൻ വേണ്ടി ആദ്യം പൂച്ചനെ ഒളിപ്പിച്ച് വെക്കണമെന്ന രീതിക്ക് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനം പൂച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞ് പാറുക്കുട്ടി എല്ലാവരുടെയും തിരയുന്നുണ്ട്. ദിയേൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാവരും അറിയില്ല എന്ന രീതിക്ക് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പാറുക്കുട്ടി ബാലുവിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. അപ്പോൾ ബാലു ഇവരെല്ലാവരെയും പിടിച്ച് വരട്ടുന്നുണ്ട് എവിടെയാണെന്ന് സത്യം പറയണമെന്ന രീതിക്ക്. പക്ഷേ ഇവരാർക്കും ഒന്നും അറിയില്ല, പൂച്ച ശരിക്കും റിയലി മിസ്സിങ് ആയിരിക്കും. അങ്ങനെ പൂച്ചയെ കാണാതെ ഇവരെല്ലാവരും ഇവിടെ തിരയുന്നുണ്ട്. പൂച്ച കിട്ടിയോ ഇല്ലയോ എന്നുള്ളതായിരിക്കും ഈ എപ്പിസോഡിൻ്റെ മെയിൻ ക്ലൈമാക്സ് ആയിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഈ ഒരു പ്രോമോയിൽ നമ്മൾ എവിടെയും തന്നെ ശിവാനിനെയോ നീലുവിനെയോ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ആകെ ഉള്ളത് ബാലുവും ലച്ചുവും കേശുവും ദിയും പാറുക്കുട്ടിയും മാത്രമാണ്. അപ്പോൾ തുമ്പി ആ പൂച്ച ഒന്ന് മിസ്സായോ ഇല്ലയോ ഇല്ല തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് മെയിൻ കണ്ടന്റ് ആയിട്ടൊക്കെ വരാൻ പോകുന്നത്. ഈ ആഴ്ച തുടങ്ങിയ 2 ദിവസം കുറച്ച് നല്ല എപ്പിസോഡുകളാണ് വന്നുകൊണ്ടിരുന്നത് തുടർച്ചയായിട്ട്. ഇപ്പോൾ വീണ്ടും പൂച്ചയിലേക്ക് കണ്ടന്റ് പോയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പൂച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള രീതിക്കൊക്കെയുള്ള മെയിൻ കണ്ടന്റ് തന്നെ ഇന്നത്തെ എപ്പിസോഡിലാണ് റിവീൽ ചെയ്യുക. ഏതായാലും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.